മഹിഷിയെ സംഹരിച്ച് ഭൂമിയെ ദുഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം അയ്യപ്പസ്വാമി തന്റെ ദൗത്യം പൂർത്തിയായെന്ന് മനസ്സിലാക്കി. ദേവതകൾ ആകാശത്തുനിന്ന് പുഷ്പവർഷം നടത്തി. ഭൂമി മുഴുവൻ ദിവ്യപ്രകാശത്തിൽ മിനുങ്ങി. ആ സമയത്ത് രാജശേഖര ചക്രവർത്തി അയ്യപ്പന്റെ അടുക്കലെത്തി വിങ്ങിയ ഹൃദയത്തോട് ചോദിച്ചു, സ്വാമി, നിന്റെ മഹിമ ലോകം മറക്കില്ല. പക്ഷേ നീ ഇനി എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അയ്യപ്പൻ ശാന്തമായ മുഖത്തോടെ മന്ദഹസിച്ചു പറഞ്ഞു, പിതാവേ, ഞാനിനി ധ്യാനത്തിലേക്കാണ് മടങ്ങുന്നത്. ഭക്തരെത്തിച്ചേരുന്ന മലമുകളിൽ എനിക്കൊരു സ്ഥലം പണിയണം. അവിടെ ഞാനിരിക്കും, നിത്യധ്യാനത്തിൽ. എന്നെ കാണുന്നവർക്ക് ധർമ്മത്തിന്റെ വഴിയിലേക്കുള്ള പ്രകാശം ലഭിക്കട്ടെ. അയ്യപ്പൻ തന്റെ ദിവ്യവില്ലെടുത്തു. ആകാശത്തേക്കൊരു ബാണം പ്രയോഗിച്ചു. അദ്ഭുത പ്രകാശമായ ആ ബാണം പറന്നു മലകൾ കടന്ന് പമ്പാനദിയുടെ അതീതമായൊരു മലയിടുക്കിൽ പതിച്ചു. ആ മല തന്നെ ഇന്നത്തെ ശബരിമല. അയ്യപ്പൻ കണ്ണടച്ചു പറഞ്ഞു, ഇതായിരിക്കും എന്റെ സ്ഥാനം. ഇവിടെ ഞാനിരിക്കും ധ്യാനത്തിൽ. ഭക്തരുടെ ഭക്തിയിലൂടെ ഞാൻ ദർശനമാകും. അന്ന് രാജശേഖര ചക്രവർത്തിയും ദേവതകളും ചേർന്ന് ആ മലമുകളിൽ അയ്യപ്പന്റെ ദിവ്യവിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആകാശത്തിൽ നിന്ന് ദിവ്യവാണി മുഴങ്ങി, തഥാസ്തു, ധർമ്മശാസ്താവിവിടെ നിത്യധ്യാനത്തിൽ വസിക്കും. കാലം കടന്നിട്ടും അയ്യപ്പന്റെ വാക്കുകൾ ഇന്നും ജീവിക്കുന്നു. ഓരോ വർഷവും കോടിക്കണക്കിന് ഭക്തർ മല കയറിയെത്തുന്നു. കണ്ണിൽ ഇരുളും മനസ്സിൽ വെളിച്ചവുമാക്കി ഒരു വാക്കുമാത്രമാണ് അവരുടെ അധരങ്ങളിൽ: സ്വാമിയേ ശരണം അയ്യപ്പ. ശബരിമല അതൊരു സ്ഥലം മാത്രമല്ല, അത് ധർമ്മത്തിന്റെ ആലയമാണ്. ഭക്തിയുടെ പാതയിലൂടെ ദൈവത്തെ കാണാനുള്ള ശാന്തിമാർഗം.